ഹലോ, നമ്മളിന്ന് വന്നിട്ടുള്ള സാരി ബ്ലൗസിന് നെക്ക് തയ്ക്കാനായിട്ട് ക്രോസ് പീസ് എങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ സാധാരണ ക്ലോത്ത് എങ്ങനെയാണ് മടക്കിയിടുന്നത് അതുപോലെ തന്നെയാണ് മടക്കേണ്ടത്. അപ്പോൾ നമ്മൾ സാരി ബ്ലൗസിന് നെക്ക് തയ്ക്കാനായിട്ട് സ്ട്രൈറ്റ് പീസ് എടുക്കാൻ പാടില്ല. നമ്മൾ വിചാരിച്ച നെക്കിൻ്റെ ഫിനിഷിങ്ങും ഭംഗിയൊന്നും കിട്ടില്ല കേട്ടോ. അതിൻ്റെ വ്യത്യാസം ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ക്രോസ് പീസ് മാർക്ക് ചെയ്തെടുത്തിട്ട് കട്ട് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ക്രോസ് പീസ് കട്ട് ചെയ്യാനായിട്ട് സ്കെയിൽ ഇതുപോലെ വെക്കാൻ പാടില്ല, അതുപോലെ ഇതുപോലെയും വെക്കാൻ പാടില്ല. ഈ ഒരു രീതിയിൽ വെക്കാൻ പാടുള്ളൂ, ക്രോസ് ആയിട്ട് ഇങ്ങനെ വെക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ സാരി ബ്ലൗസിൻ്റെ നെക്ക് തയ്ക്കാനായിട്ടുള്ള ക്രോസ് പീസിൻ്റെ വീതി ഈ ഒരു സ്കെയിലിൻ്റെ വലിപ്പത്തിൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ സ്കെയിൽ വെച്ച് കൊടുക്കുക, എന്നിട്ട് മാർക്ക് ചെയ്തെടുക്കാം. ഇങ്ങനെ മാർക്ക് ചെയ്തെടുക്കാം. എത്രയാണ് ക്രോസ് പീസ് വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് ഇതുപോലെ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെയാണ് വെക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ക്രോസ് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു സ്ട്രൈറ്റ് പീസ് കൊടുത്തിട്ടുണ്ട്. ഞാൻ വ്യത്യാസം മനസ്സിലാക്കി തരാം. ക്രോസ് പീസ് നമ്മൾ ഇതുപോലെ വലിക്കുമ്പോൾ വലിഞ്ഞു വരും, കണ്ടില്ലേ? ഇതുപോലെ വലിഞ്ഞു വരും. സ്ട്രൈറ്റ് പീസ് ഇവിടുന്ന് അനങ്ങുന്നില്ല. അപ്പോൾ മനസ്സിലായാലോ, നമ്മൾ സാരി ബ്ലൗസിനൊക്കെ നെക്ക് തയ്ക്കുമ്പോൾ നല്ല റൗണ്ട് ആയിട്ടാണ് നെക്ക് വരുന്നത്. അപ്പോൾ നല്ല ഭംഗിയിൽ കിട്ടാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ക്രോസ് പീസ് കൊണ്ട് തന്നെ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ.